ഹലോ കൂട്ടുകാരെ, മഴത്തോര് മുംബൈ സീരിയലിന്റെ നാളത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീനെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കുന്നതിനായി പൗലോസ് ഒരു വലിയ മീനെടുത്ത് സ്ലാബിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് അലീന കാണത്തക്ക രീതിയിൽ ആ മീനിന്റെ തലയും വാലും വെട്ടുന്നുണ്ട്. ഒപ്പം മാംസത്തിന്റെ നല്ലൊരു ഭാഗവും വെട്ടി വേസ്റ്റ് ബിന്നിൽ ഇടുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അലീന. മീൻവെട്ടൽ കഴിഞ്ഞപ്പോൾ പൗലോസ് തന്റെ പഴയ പണിയിലേക്ക് പോയി. പെട്ടെന്നാണ് അലീന വിളിക്കുന്നത്. പൗലോസ് ഏട്ടാ, ആ വേസ്റ്റ് ബിന്നിലിട്ട മീനിന്റെ തലയും വാലും സ്ലാബിലോട്ട് എടുത്ത് വെക്കേ. പൗലോസ് ആണെങ്കിൽ അത് കേൾക്കാതെ മാതിരി നിന്നു. അതോടെ അലീനയുടെ സ്വരം കനത്തു. അടുക്കളയിലെ ബഹളം കേട്ട് ഔതക്കുട്ടിച്ചായൻ ഓടി വന്നു. അലീനയോട് കാര്യം തിരക്കി. അലീന പറയുന്നത് കേട്ട് ഔതക്കുട്ടിച്ചായൻ പൗലോസിന് നേരെ തിരിഞ്ഞു. അവൾ എന്നതാ പറയുന്നതെന്ന് വെച്ചാ അത് കേക്കടാ. ഇത് കേട്ട് പൗലോസ് പറയുന്നുണ്ട്, എന്നോട് കേണൽ സാബ് പറയട്ടെ, എന്നാ ഞാൻ അനുസരിച്ചോളാം. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ആ കേണൽ സാബിന്റെ മോളാ പറയുന്നത് ആ മീനെടുത്ത് സ്ലാബിലോട്ട് വെക്കാൻ. അത് ചെയ്യാതെ പൗലോസേട്ടൻ ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യണ്ട. അലീനയോടൊപ്പം ഔതക്കുട്ടിച്ചായനുള്ളതുകൊണ്ട് പൗലോസിന് അത് കേൾക്കാതെ നിവൃത്തിയില്ല. അയാൾ വെട്ടിക്കളഞ്ഞ മീനിന്റെ തലയും വാലും എടുത്ത് സ്ലാബിലോട്ട് വെച്ചു. അത് കണ്ടപ്പോൾ ഔതക്കുട്ടിച്ചായന് കലി ഇളകി. ഉണ്ട ചോറിന് നന്ദി ഉണ്ടോടാ നിനക്ക്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ പണി കാണിക്കൂ. അലീന ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. തൊട്ടു പിന്നാലെ പരാതിയുമായി പൗലോസ് സ്റ്റാൻലിയെ സമീപിച്ചു. സ്റ്റാൻലി ആണെങ്കിൽ അതും കേട്ട് അലീനയുടെ അടുത്തേക്ക് വന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അടുക്കള കാര്യത്തിൽ ഇടപെടേണ്ടെന്ന്. അവരൊക്കെ വർഷങ്ങളായിട്ട് എന്റെ കൂടെയുള്ളവരാ. വിഭവസമൃദ്ധമായ ഊണുമേശയിലിരുന്നേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. അതിൽ എത്ര ഭാഗം ഉപയോഗിക്കപ്പെടുന്നുണ്ട്, എത്ര ഭാഗം വേസ്റ്റ് ആവുന്നുണ്ട് എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് സങ്കടം വന്നു. പപ്പ വില കൂടിയ ഊണുമേശയിൽ വില കൂടിയ ഭക്ഷണ സാധനങ്ങൾ എച്ചിലാക്കി കളയുമ്പോൾ ആ എച്ചിലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നോർത്ത് കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു, പപ്പയുടെ മോള്. ഇത്രയും കേട്ടതും സ്റ്റാൻലിയുടെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. അലീനയോട് എന്ത് പറയണമെന്നറിയാതെ അയാൾ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അപ്പോൾ ഇത്രയാണ് കേട്ടോ നാളെ സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.